നമസ്കാരം സുഹൃത്തുക്കളെ, റിച്ച് ബുക്കിലേക്ക് സ്വാഗതം. ലോക ജനസംഖ്യയുടെ വെറും 0.2% മാത്രം വരുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ. പക്ഷേ ലോകത്തിലെ 20%-ലധികം നോബൽ സമ്മാനങ്ങൾ നേടിയത് ഇവരാണ്. ഗൂഗിൾ, ഫേസ്ബുക്ക്, ഡെൽ, സ്റ്റാർബക്സ്, ലേമാൻ ബ്രദേഴ്സ് തുടങ്ങി ലോകം ഭരിക്കുന്ന വമ്പൻ കമ്പനികൾക്ക് പിന്നിൽ ഇവരുണ്ട്. അത് ഞാൻ പറയുന്നത് ജൂതന്മാരെ കുറിച്ചാണ്, അഥവാ ജൂത സമുദായത്തെക്കുറിച്ചാണ്. ചരിത്രത്തിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട മറ്റൊരു ജനതയുണ്ടാകില്ല. പലതവണ പല രാജ്യങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇവർ മാറി. എങ്ങനെയാണ് ഇവർക്ക് ഇതിന് സാധിക്കുന്നത്? പലരും കരുതുന്നത് ഇവർക്ക് എന്തോ മാന്ത്രിക വിദ്യ അറിയാമെന്നാണ്. എന്നാൽ സത്യം അതല്ല. ഇവർക്ക് പണത്തോടുള്ള സമീപനം, മൈൻഡ് സെറ്റ് ടുവാർഡ്സ് മണി, നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പണം എന്നത് ഇവർക്ക് ദൈവാനുഗ്രഹമാണ്. ഇവർ മക്കൾക്ക് പകർന്നു നൽകുന്ന 5 പുരാതന രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലെ പണത്തിൻ്റെ ഗതിയും മാറും. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിലെ ഓരോ പോയിന്റും 1 കോടി രൂപ മൂല്യമുള്ളതാണ്. ആദ്യത്തെ രഹസ്യം പണത്തോടുള്ള ഇവരുടെ മനോഭാവമാണ്. നമ്മൾ പലപ്പോഴും സിനിമകളിലും കഥകളിലും കേൾക്കാറില്ലേ, പണമാണ് എല്ലാ തിന്മകളുടെയും കാരണമെന്ന്. എന്നാൽ ജൂതന്മാർ വിശ്വസിക്കുന്നത് നേരെ തിരിച്ചാണ്. അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പണത്തെ കാണുന്നത് ഒരു ഊർജമായിട്ടാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പണം ആവശ്യമാണ്, അത്യാവശ്യമാണ്. ദാനം ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും ലോകത്തെ നന്നാക്കാനും സമ്പത്ത് വേണം. അതുകൊണ്ട് അവർ പണമുണ്ടാക്കുന്നത് ഒരു പുണ്യപ്രവൃത്തി ആയിട്ടാണ് കാണുന്നത്. ബിസിനസ് ചെയ്യുക എന്നത് അവർക്ക് വെറുമൊരു ജോലിയല്ല, അതൊരു സേവനമാണ്. നിങ്ങൾ ഒരാൾക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കുന്നു, അതിന് പകരമായി അയാൾ നിങ്ങൾക്ക് പണം തരുന്നു. ഇവിടെ രണ്ടുപേരും ഹാപ്പിയാണ്. ഈ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് പണം ചോദിച്ചു വാങ്ങാൻ അവർക്ക് യാതൊരു മടിയുമില്ല. സുഹൃത്തുക്കളെ ഓർക്കുക, പണത്തെ സ്നേഹിക്കുന്നവർക്കേ പണം കിട്ടൂ. പണത്തെ വെറുക്കുന്നവൻ്റെ കയ്യിൽ പണം നിൽക്കില്ല. ജൂതന്മാർ വിശ്വസിക്കുന്നത് ഓരോ മനുഷ്യനും 2 പോക്കറ്റുകൾ വേണമെന്നാണ്. ഒരു പോക്കറ്റിൽ ഒരു കടലാസ് കഷ്ണം എഴുതി വെക്കണം, ഈ ലോകം എനിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത്തെ പോക്കറ്റിൽ എഴുതണം, ഞാൻ വെറും മണ്ണും ചാരവുമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ? ഒന്നാമത്തെ വാചകം നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും. എനിക്ക് എന്തും നേടാം, എനിക്ക് കോടീശ്വരനാകാം, ഈ ലോകം എൻ്റേതാണ്. രണ്ടാമത്തെ വാചകം നിങ്ങൾക്ക് എളിമ, ഹ്യൂമിലിറ്റി തരും. ഞാൻ അഹങ്കരിക്കാൻ പാടില്ല, ഞാൻ ഒന്നുമല്ല. ഈ 2 ചിന്തകളും ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നതാണ് ഇവരുടെ വിജയം. അഹങ്കാരമില്ലാതെ ബിസിനസ് ചെയ്യുക, പക്ഷേ തോൽക്കാൻ മനസ്സില്ലാത്ത ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക. മാർക്ക് സക്കർബർഗിനെ പോലുള്ളവർ എപ്പോഴും ഒരേ ടീഷർട്ട് ഇട്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? പണം കൂടുന്തോറും വിനയം കൂടണം എന്നവർ പഠിക്കുന്നു. അടുത്തത് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ജൂതന്മാർക്കിടയിൽ പലിശയില്ലാത്ത വായ്പകൾ നൽകുന്ന സമ്പ്രദായമുണ്ട്. ഇതിനെ ഗമാക് എന്ന് വിളിക്കുന്നു. ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ ബാങ്കിനെ സമീപിക്കുന്നതിന് മുൻപ് സ്വന്തം സമുദായത്തിലെ ധനികർ അവനെ സഹായിക്കും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ആ പണം തിരിച്ചു കൊടുക്കണം. ഒപ്പം താൻ വളർന്നു കഴിയുമ്പോൾ വേറൊരാളെ സഹായിക്കണം. കൂടാതെ ഒരു ജൂതൻ സാധനം വാങ്ങുമ്പോൾ പരമാവധി മറ്റൊരു ജൂതൻ്റെ കടയിൽ നിന്നേ വാങ്ങൂ. പണം അവരുടെ സർക്കിളിൽ തന്നെ കറങ്ങും. നമ്മൾ മലയാളികൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? നമ്മുടെ നാട്ടുകാരൻ ഒരു കട തുടങ്ങിയാൽ അവനെങ്ങനെ വളരുന്നു എന്ന് നോക്കാം എന്ന് വിചാരിച്ച് വേറൊരു കടയിൽ പോകുന്നു. ഈ മനോഭാവം മാറ്റണം. നമ്മുടെ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് വളരെ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായത്തിൽ അതിരാവിലെയാണ് ബർക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മിക്ക പരമ്പരാഗത മുസ്ലിം ബിസിനസ്സുകാരും അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ഉറങ്ങില്ല. ലോകത്തിലെ ഒട്ടുമിക്ക വിജയശ്രീ ലാളിതരായ സിഇഒമാരും ആപ്പിൾ ടീം കുക്ക് ഉൾപ്പെടെ രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേൽക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ ഇവർ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ഉച്ചയാകുമ്പോഴത്തേക്കും പകുതി ജോലിയും തീരും. ഈ ഒരു ടൈം മാനേജ്മെൻ്റ് ആണ് അവരുടെ വിജയത്തിന് മറ്റൊരു കീ. മറ്റൊരു രഹസ്യമാണ് വിശ്വാസ്യത. അൽ അമീൻ. പണ്ട് കാലത്ത് എഴുതപ്പെട്ട കരാറുകൾ ഇല്ലാതെ തന്നെ കോടികളുടെ കച്ചവടം മുസ്ലിം വ്യാപാരികൾ ചെയ്തിരുന്നു. അതായത് വാക്കിനെ വിശ്വസിച്ചാണ്. വേർഡ് ഓഫ് മൗത്ത്. ഞാൻ തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഈ ക്വാളിറ്റിയെ അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ് പറയുക. MA യൂസഫ് അലി തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ലോകം നിങ്ങളെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കും. കസ്റ്റമറെ പറ്റിക്കാതെ ഗുണനിലവാരമുള്ള സാധനം കൊടുക്കുക. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക. ഇത് ബിസിനസിൻ്റെ ആയുസ് 100 വർഷം വരെ കൂട്ടും. സുഹൃത്തുക്കളെ, മതം ഏതായാലും ബിസിനസ് തത്വങ്ങൾ ഒന്ന് തന്നെയാണ്. ശമ്പളക്കാരനാകാതെ സംരംഭകനാകുക. 2 പലിശയുടെ കെണിയിൽപ്പെടാതെ പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാക്കുക. 3 സമ്പാദിക്കുന്നതിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് നൽകുക. 4 അതിരാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കുക. 5 വാക്ക് പാലിക്കുക.
ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ, മാറ്റം ഉറപ്പാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണ്? സക്കാത്താണോ അതോ നോ ഇൻട്രസ്റ്റ് പോളിസിയാണോ? താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ മണി സീക്രട്സ് അറിയാൻ റിച്ച് ബുക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.